ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് BJP സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയത്. കാരണം എവിടെയാണ് തിരുവനന്തപുരം എന്ന അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. വെട്ടിക്കട എന്താണെന്ന് അറിയാത്ത BJP സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. എന്താണ് തട്ടുകട എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കും. അയാൾ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവും, മറ്റേയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. തൃശ്ശൂർ മത്സരിക്കുന്ന ആൾ വരുന്നത് 3 കോടിയുടെ പോഷെ കാറിൽ മേളിൽ തുറന്നു വെച്ചിട്ട് ഡാൻസ് ആണ്. ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആള് വരുന്നത് റോൾസ് റോയ്സ് കാറിൽ, BJPയുടെ സ്ഥാനാർത്ഥി. ഇനിയിപ്പോ എന്തൊക്കെ കാണണം, ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വയറ്റിപ്പിടിക്കലും കഴുത്തിപ്പിടിക്കലും ഉമ്മമ്മയ്ക്കലും എന്തൊക്കെ കാണേണ്ടി വരുമോ ദൈവമേ, പറയാതിരിക്കുന്ന നല്ലത്. വല്ല കിരീടോ തളികയോ സ്വർണ്ണ തളികയോ വല്ല വേണമെങ്കിൽ വാങ്ങിച്ചോണം, വാങ്ങിച്ച് അമ്പലത്തിലെ പള്ളിയിലോ വെച്ചോണം, എന്നിട്ട് വോട്ട് വന്നിട്ട് തന്നെ ചെയ്തേക്കണം. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നും ഗാന്ധിയൻ തത്വചിന്തയിൽ ലാളിത്യത്തിൽ ജീവിക്കുന്ന അപൂർവമായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ എന്ന അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം എന്നെ വിളിച്ചു, ഒരു പരിപാടിയുണ്ട് പത്തനാപുരത്ത്, ഞാൻ വരുന്നുണ്ട്, വരണം. എന്താണ് ഗാന്ധിയൻ രീതിയിൽ ഗാന്ധി സ്മാരക നിധിയുടെ ഭാഗമായി കുഞ്ഞുങ്ങളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പ്രചരണത്തിന് വേണ്ടി ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉള്ളതിനേക്കാൾ താല്പര്യം, രാഷ്ട്രീയത്തിലുള്ള സജീവതയേക്കാൾ താല്പര്യം നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്നും മയക്കുമരുന്ന് എന്ന വിഷത്തെ ഇറക്കി മാറ്റുക എന്ന സൽക്കർമ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ പ്രായത്തിൽ അദ്ദേഹം ഇത്രയും ഇപ്പോഴും രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും വലിയ യാത്രകളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവിടെ കുഞ്ഞുങ്ങളോട് സമ്പാദിക്കാൻ അദ്ദേഹം അവിടെ എത്തി. എന്തിനാ? മയക്കുമരുന്നിനെതിരെ പോരാടാൻ. അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനോടൊപ്പം ഗാന്ധിയൻ ആദർശത്തിൽ നീങ്ങുന്നു. നമ്മൾ നോക്കിയാൽ കാണാം, എവിടെ നിന്നാണ് പന്ന്യൻ രവീന്ദ്രൻ ആഹാരം കഴിക്കുന്നത്? തട്ടുകടയിൽ നിന്ന്. എവിടെ നിന്നാണ് പന്ന്യൻ രവീന്ദ്രൻ വെള്ളം കുടിക്കുന്നത്? മുറുക്കാൻ കടയിൽ നിന്ന്. ഇവിടെ മത്സരിക്കുന്നവരോ? വെട്ടിക്കട എന്താണെന്ന് അറിയാത്ത BJP സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. എന്താണ് തട്ടുകട എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കും. അയാൾ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവും, മറ്റേയാൾ പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നിഘണ്ടു എഴുതാൻ പോകട്ടെ. ഇനി അദ്ദേഹം പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നു. നമുക്ക് പറയുന്നൊന്നും അയക്ക് മനസ്സിലാകത്തില്ല, അയാൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ മാപ്പ് ഭൂപടത്തിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് BJP സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയത്. കാരണം എവിടെയാണ് തിരുവനന്തപുരം എന്ന അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇവിടെ കുമ്മനന്റെ ആശാരനും രാജഗോപാൽ സാറും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ കേരളത്തിന്റെ ഭൂപടത്തിൽ തിരുവനന്തപുരം ഇവിടെ കിടക്കുന്നറിയാം. തിരുവനന്തപുരം ഏതെന്നറിയാത്ത ഒരാൾ വന്നിരിക്കുകയാണ്. എല്ലാം ജന്മികളാണ്, BJPക്ക് മത്സരിക്കുന്നവരല്ല. കോൺഗ്രസിന്റെയും മോശമൊന്നുമല്ല. മത്സരിക്കുന്ന ജന്മികളുടെ സ്വത്ത് വിവരങ്ങളൊക്കെ ഇപ്പൊ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം മൊത്തം വിലയ്ക്ക് വാങ്ങാൻ പൈസ ഉള്ള ഒരാളാണ് തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിലേക്ക്, ഞാനൊരു എതിർ സ്ഥാനാർത്ഥിയുടെ ചരിത്രമൊക്കെ എനിക്കറിയാം. എൻ്റെ അച്ഛന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ. ആ കഥകളൊന്നും ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ല. കാരണം എതിർ സ്ഥാനാർത്ഥിയെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പോളിസിയാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ എവിടെയും പറയാറില്ല. ഞാൻ മത്സരിച്ച 5 ഇലക്ഷനിലും എൻ്റെ എതിർ സ്ഥാനാർത്ഥി ആരാന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. കാരണം അതുകൊണ്ട് ആരുടെയും മനസ്സിലില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങ് പോയി അവരല്ല. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയാം. നമ്മുടെ സ്ഥാനാർത്ഥി ഗാന്ധിയൻ ആദർശത്തിലിരിക്കുന്ന പാവപ്പെട്ടവനായ ജനങ്ങളോടൊപ്പം അവന്റെ കുടുംബാംഗമായി ജീവിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. വലിയ പ്രമാണിത്വമൊന്നുമില്ല, പ്രമാണിയല്ല, ജമ്മിയല്ല. ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആള് വരുന്നത് റോൾസ് റോയ്സ് കാറിൽ, BJPയുടെ സ്ഥാനാർത്ഥി. തൃശ്ശൂർ മത്സരിക്കുന്ന ആള് വരുന്നത് 3 കോടിയുടെ പോഷെ കാറിൽ മേളിൽ തുറന്നു വെച്ചിട്ട് ഡാൻസ് ആണ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ടിൽ എന്ന് പറഞ്ഞ ഡാൻസ് ആണ് പാടുന്നത്. ഇനിയിപ്പോ എന്തൊക്കെ കാണണം, ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വയറ്റിപ്പിടിക്കലും കഴുത്തിപ്പിടിക്കലും ഉമ്മമ്മയ്ക്കലും എന്തൊക്കെ കാണേണ്ടി വരുമോ ദൈവമേ, പറയാതിരിക്കുന്ന നല്ലത്. ആരോ പറഞ്ഞ കണക്ക് 1200 ആണി കൊണ്ട് ഒരാൾ ഒരു ചിത്രം നിർമ്മിച്ചു, അതിൽ ഏതോ ഒരു ആണി പോയി എന്നാണ് ട്രോളന്മാർ പറയുന്നത്. ഏതോ ഒരു ആണി, ആ ആണി ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു എന്നാണ്. കടുപ്പം തന്നെ, കടുപ്പം തന്നെ അങ്ങറ്റത്തെ കടുപ്പമാണ്. ചെമ്പ് പുറത്ത് എന്നൊക്കെ പറയുന്നുള്ള ആളുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും അമ്പലത്തിനോ പള്ളിക്കോ വല്ല സ്വർണ്ണ കിരീടം വല്ലതും വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾ ഇതൊരു ചാൻസാണ്, വിടരുത് കേട്ടോ. ഇപ്പൊ പിടിച്ചോണം. ഇവിടെ ഒരു 500 വോട്ടുണ്ടെന്ന് പറഞ്ഞേച്ച് വല്ല കിരീടോ തളികയോ സ്വർണ്ണ തളികയോ വല്ല വേണമെങ്കിൽ വാങ്ങിച്ചോണം, വാങ്ങിച്ച് അമ്പലത്തിലെ പള്ളിയിലോ വെച്ചോണം, എന്നിട്ട് വോട്ട് വന്നിട്ട് തന്നെ ചെയ്തേക്കണം. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് വേറെ ഡിമാൻഡൊന്നുമില്ല. ഒരു ചെലവുമില്ലാത്ത ഒരു കാര്യം നമുക്ക് തരിക എന്നുള്ളത്.